നമസ്തേ നമസ്തേ കൂട്ടുകാരെ, ഞാൻ മിനി ഹരികുമാർ. ദൃഷ്ടിയുടെ ഒരു പുതിയ കഥക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുടെ പേര് ഛായാമുഖി എന്നാണ്. ഛായാമുഖി മഹാഭാരതത്തിലെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. ഛായാമുഖി ഒരു വിശേഷപ്പെട്ട കണ്ണാടിയുമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. പാണ്ഡവരും കൗരവരും ചെറിയ നാളെന്ന് മുതലേ അവർ സഹോദരങ്ങളാണെങ്കിലും ശത്രുക്കളായിരുന്നു. ശത്രുക്കളെന്ന് പറയുമ്പം പാണ്ഡവരോട് കൗരവർക്ക് ശത്രുതയായിരുന്നു. അതിൻ്റെ പേരിൽ പല പ്രാവശ്യം പാണ്ഡവരെ ചതിവിൽപ്പെടുത്തി കൊല്ലാനായിട്ട് കൗരവര് തുനിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു കൊലപാതക ശ്രമത്തിനൊടുവിൽ, അതായത് അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ചുട്ടുകൊല്ലാനായിട്ട് കൗരവർ തീരുമാനിച്ച് അതിൽ നിന്നും അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ ഓടി എത്തിയത് ഒരു വനത്തിലാണ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെത്തിയത് ഒരു വനത്തിലാണ്. ആ വനത്തിൽ ഹിഡുംബൻ എന്ന് പറയുന്ന രാക്ഷസൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ വനത്തിലെത്തിയ പാണ്ഡവർ നന്നായിട്ട് ക്ഷീണിതരായിരുന്നു. അവർക്ക് നന്നായിട്ട് വിശക്കുകയും ദാഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊരു തടാകം കണ്ടു. ആ തടാകത്തിൽ നിന്നൊരല്പം വെള്ളമൊക്കെ കുടിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ക്ഷീണിച്ചിരുന്നു. ഈ കൂട്ടത്തിൽ ഭീമസേനൻ പറഞ്ഞു, എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, നമ്മൾ ഉറങ്ങിയിട്ടും 2 ദിവസം ആയല്ലോ, അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങിക്കോളൂ. ഇവിടെ രാക്ഷസന്മാരുള്ള വനമാണിത്, ഞാൻ നിങ്ങൾക്ക് കാവലിരിക്കാം, നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ട മാത്രയിൽ എല്ലാവരും ആ മരത്തിൻ്റെ തണലിലേക്ക് കിടന്ന പാടെ ഉറങ്ങിപ്പോയി. ഭീമസേനൻ വളരെ ചിന്താകുലനായിട്ട് അങ്ങനെ ഒരു മരത്തിൽ ചാരി അവർക്കങ്ങനെ കാവലിരുന്നു. ഈ സമയം ഇവരെ ദൂരെ നിന്ന് കണ്ട ഹിഡുംബൻ തൻ്റെ സഹോദരിയായ ഹിഡുംബിയോട് പറഞ്ഞു, ദേ അവിടെ കുറേ മനുഷ്യർ വന്നിട്ടുണ്ട്, നീ പോയി അവരെ പിടിച്ചുകൊണ്ടുവരൂ, നമുക്ക് അവരുടെ രക്തവും മാംസവും ഒക്കെ കഴിച്ചങ്ങനെ ആനന്ദ നൃത്തം ചെയ്യാം എന്ന് പറഞ്ഞു. രാക്ഷസന്മാരുടെ ഇഷ്ടവിഭവമാണ് മനുഷ്യ മാംസവും രക്തവും. ഇപ്പം ഇത് കേട്ട ഹിഡുംബിക്കും സന്തോഷമായി. ഹിഡുംബി പെട്ടെന്ന് പുറപ്പെട്ട് അവൾ ദൂരെ വെച്ച് തന്നെ കണ്ടു ആ മരത്തിൽ ചാരിയിരിക്കുന്ന സുന്ദരനെ, ഭീമനെ. അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഭീമസേനെ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങ് കാമിച്ചു പോയി എന്ന് പറയില്ലേ, ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൾക്ക് മനസ്സിലായി ഈ രൂപം കൊണ്ട്, അതായത് താൻ രാക്ഷസിയാണ്, രാക്ഷസീയമായ രൂപം കൊണ്ട് ആ സുന്ദരന്റെ അടുത്തേക്ക് ചെന്നാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് അവള് മായാവിയാണെന്നാണ് പറയുന്നത് രാക്ഷസര്, കാരണം ഇഷ്ടമുള്ള രൂപം ധരിക്കാത്രേ അവർക്ക്. അതുകൊണ്ട് തന്നെ അവള് ഒരു സുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ വേഷമെടുത്ത് ഭീമസേനന്റെ അടുത്തേക്ക് വന്നു. അവൾ ഭീമസേനോട് ചോദിച്ചു, ഇത് രാക്ഷസന്മാരേറെയുള്ള വനമാണ്, അങ്ങ് ആരാണ്? ഇവിടെ ഇങ്ങനെ ഇവരുമൊക്കെ ആയിട്ടിരിക്കുന്നത്, അവർ പിടിച്ചുകൊണ്ട് പോവില്ലേ, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭീമസേനൻ തൻ്റെ സത്യാവസ്ഥയൊക്കെ പറഞ്ഞു. ഇത് കേട്ട ഹിഡുംബി ഭീമസേനോട് പറഞ്ഞു, എനിക്ക് അങ്ങയെ കണ്ട മാത്രയിൽ അങ്ങയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങയുടെ ഭാര്യയായിട്ട് എന്നെ സ്വീകരിക്കണം, അങ്ങയെ പതിയായിട്ട് ഞാൻ മനസ്സാ ഭരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഞാൻ അങ്ങയെയും എടുത്തുകൊണ്ട്, ഞാൻ രാക്ഷസിയാണ്, ഞാൻ രാക്ഷസനായിട്ടുള്ള ഹിഡുംബന്റെ സഹോദരി ഹിഡുംബിയാണ്, എനിക്ക് വളരെ വലിയ ശക്തിയുണ്ട്, ഞാൻ അങ്ങയെ എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്നും പോകാം, അങ്ങ് എൻ്റെ ഒപ്പം വരൂ, അങ്ങ് എൻ്റെ ഭർത്താവാകണം, അല്ലെങ്കിൽ ഹിഡുംബൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൊല്ലും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഭീമന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഭീമൻ ചോദിച്ചു, എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഒക്കെ രാക്ഷസന്മാർക്ക് ഭക്ഷണമാക്കിയിട്ട് നിന്റെ ഒപ്പം ഞാൻ വരണമില്ലേ എന്ന് ദേഷ്യത്തോടു കൂടി ഭീമൻ ചോദിക്കുക മാത്രമല്ല, ഭീമൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ നിന്നെ ഒരു വിധത്തിലും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള പ്രേമമോ കാമമോ ഒന്നും തോന്നുന്നില്ല, അതുകൊണ്ട് നീ ദൂരെ പൊക്കോ, എനിക്ക് നിന്നോട് യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഹിഡുംബി പോകാൻ കൂട്ടാക്കിയില്ല. ഹിഡുംബിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു ഭീമനെ. ഹിഡുംബി ഇങ്ങനെ യാചിച്ചുകൊണ്ട് അവിടെ നിന്നു. കുറേ നേരമായി ഈ തൻ്റെ സഹോദരിയെ കാണാഞ്ഞ് ഹിഡുംബൻ അന്വേഷിച്ചിറങ്ങിയ ഹിഡുംബൻ കാണുന്നത് തൻ്റെ സഹോദരി ഒരു സുന്ദരിയായ മനുഷ്യ സ്ത്രീയായിട്ട് ഒരു യുവാവുമായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് നിൽക്കുന്നു. ഹിഡുംബന് വലിയ ദേഷ്യം വന്നു. ഹിഡുംബൻ ഓടി വന്നു, നിന്നെ ഞാൻ ഇതിനാണോ പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ച് അടിക്കാനായിട്ട് ഹിഡുംബിയുടെ നേരെ പാഞ്ഞെടുത്തപ്പം നമ്മുടെ ഭീമസേനൻ പറഞ്ഞു, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, അതുകൊണ്ട് അവളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു. അത് കേട്ട ഹിഡുംബന് ദേഷ്യം വന്നു. ഹിഡുംബൻ ചോദിച്ചു, അത് ചോദിക്കാൻ നീ ആരാണ് മനുഷ്യ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീമസേനന്റെ നേർക്ക് ഹിഡുംബൻ ചാടിയെടുത്തു. ഭീമസേനനും ഹിഡുംബനുമായിട്ട് പൊരിഞ്ഞ യുദ്ധം. മരങ്ങൾ പിഴുത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും എറിയുകയും അലറുകയും ഒക്കെ ചെയ്ത ഘോരമായ യുദ്ധം. ഈ അലർച്ചയും അട്ടഹാസവും ഒക്കെ കേട്ട് ഉറങ്ങിക്കിടന്നവരൊക്കെ എണീറ്റ് വന്നു. അവർ നോക്കുമ്പം ഭീമൻ ഒരു വലിയ രാക്ഷസനുമായിട്ട് യുദ്ധം ചെയ്യുന്നു.
അപ്പുറത്തൊരു സുന്ദരിയായ സ്ത്രീ നിൽക്കുകയും ചെയ്യുന്നു. അവർ വന്നിട്ട് ഈ സുന്ദരിയോട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അവൾ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരന്മാരെല്ലാവരും കൂടെ ഭീമനെ സഹായിക്കാനായിട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഭീമൻ പറഞ്ഞു, വേണ്ട, ആരും വരണ്ട, നിങ്ങൾ ഇത് കണ്ട് രസിച്ചോളൂ, രസിച്ച് നിന്നോളൂ, ഞാൻ ഇപ്പം ഇവൻ്റെ കഥ കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ഒടുവിൽ യുദ്ധത്തിൻ്റെ ഒടുവിൽ ഭീമസേനൻ ഹിഡുംബനെ നിലത്തടിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് വിജയശ്രീലാളിതനായിട്ട് ഭീമൻ തൻ്റെ സഹോദരന്മാരുടെയും അമ്മയുടെയും ഒക്കെ അടുത്തേക്ക് വന്നപ്പോൾ അപ്പോഴും ഈ ഹിഡുംബി ഇതേ ആവശ്യം പറഞ്ഞു. അങ്ങയെ ഞാൻ വളരെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു പോയി, എനിക്ക് അങ്ങയിൽ വലിയ മോഹം തോന്നിപ്പോയി, അതുകൊണ്ട് എന്നെ ഭാര്യയാക്കണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ കുന്തിദേവി ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ ഹിഡിംബി പറഞ്ഞു, അങ്ങയുടെ മകനെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് അങ്ങയുടെ മകൻ്റെ ഭാര്യയാകാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഭീമസേനൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളതൊക്കെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് നിന്നോട് യാതൊരു താല്പര്യവുമില്ല, മാറിപ്പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. ഒടുവിൽ സാധാരണ മനുഷ്യ സ്ത്രീകളുടെ രീതി ഹിഡുംബി എടുത്തു, അടവ്. എന്നിട്ട് കുന്തിദേവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം എൻ്റെ സഹോദരനാണ്. ആ സഹോദരനെ അമ്മയുടെ മകൻ കൊന്നുകളഞ്ഞു. ഇനി എന്നെ ആര് രക്ഷിക്കും? എന്നെ സംരക്ഷിക്കാൻ ഇനി ആരുമില്ല. ഞാനൊരു സ്ത്രീയല്ലേ, എന്നെ ആര് സംരക്ഷിക്കും? അതുകൊണ്ട് അമ്മയുടെ മകൻ എന്നോട് പറയണം എന്നെ ഭാര്യയാക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചത്തുകളയും എന്ന് പറഞ്ഞു, ജീവത്യാഗം ചെയ്യും എന്ന് പറഞ്ഞു. സാധാരണ മനുഷ്യ സ്ത്രീകളുടെ അടവ് അങ്ങനെ എടുത്തു ഹിഡുംബിയും. അതിൽ കുന്തിദേവി വീണുപോയി. കുന്തിദേവി ഭീമനോട് പറഞ്ഞു, അവൾ പറയുന്നതിൽ കാര്യമുണ്ട്, അവൾക്ക് ഇനി ആരും ആശ്രയമില്ല, നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഭീമന് അമ്മയുടെ ആജ്ഞ ധിക്കരിക്കാനായിട്ട് സാധിക്കില്ല, അത്രയധികം മൂല്യം ഉള്ള ജീവിത രീതിയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ഭീമസേനൻ അത് സമ്മതിച്ചു. പക്ഷെ ഭീമസേനൻ ഹിഡുംബിയോട് പറഞ്ഞു, നിന്റെ ഒപ്പം ഞാൻ വരാം, പക്ഷേ ഒരു പുത്രനുണ്ടായി കഴിയുന്ന സമയം ഞാൻ തിരികെ പോരും എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും വേണ്ടുവില്ല, ഭീമസേനനെ ഭർത്താവായി കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് ഹിഡുംബി അതും സമ്മതിച്ചു. അപ്പോൾ കുന്തിദേവിയും ഒരു കാര്യം മുമ്പോട്ട് വെച്ചു, പകൽ സമയങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞോളൂ, പക്ഷേ രാത്രി സമയങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ഭീമസേനനെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് കുന്തിദേവി പറഞ്ഞു. അതും ഹിഡുംബി സമ്മതിച്ചു. അങ്ങനെ ഹിഡുംബിയോടൊപ്പം ഭീമസേനൻ പോയി. അവരങ്ങനെ ഒരുപാട് നാള് വനത്തിൽ കൂടി രമിച്ച് നടന്നു. അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടായി, ശരിക്കും രാക്ഷസീയ രൂപമുള്ള ഒരു കുട്ടി. ചുമന്ന കണ്ണുകൾ, അതായത് രക്തം തുളുമ്പുന്ന കണ്ണുകൾ, ഉണ്ട കണ്ണുകൾ, വളരെ ഭീകരമായിട്ടുള്ള രൂപം, ഘോരങ്ങളായിട്ടുള്ള ദംഷ്ട്രകൾ, ശരിക്കും ഒരു രാക്ഷസ കുട്ടി. പക്ഷെ അവൻ്റെ തലയിൽ അല്പം പോലും മുടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരതിനെ ഘടോൽക്കജൻ എന്ന് വിളിച്ചു. ആ സമയത്താണ് ഹിഡുംബിക്ക് എവിടെ നിന്നോ ഒരു കണ്ണാടി കിട്ടി. ആ കണ്ണാടിയാണ് ഛായാമുഖി. ആ ഛായാമുഖിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ഛായാമുഖിയുടെ പ്രത്യേകത, നമ്മൾ സാധാരണ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ രൂപമല്ലേ കാണുന്നത്. പക്ഷെ ഛായാമുഖിയിലേക്ക് നോക്കുമ്പം നോക്കുന്ന ആളിൻ്റെ മനസ്സിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ആരാണോ അവരുടെ പ്രതിബിംബമാണ് ആ കണ്ണാടിയിൽ കാണുക. അപ്പോൾ ഈ കയ്യിൽ ഈ കണ്ണാടി കിട്ടിയ, ഛായാമുഖിയെ കിട്ടിയ ഹിഡുംബി ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പം ഭീമസേനൻ്റെ മുഖമാണ് കണ്ടത്. ഹിഡുംബിക്ക് വലിയ സന്തോഷമായി. കാരണം ഹിഡുംബിയുടെ മനസ്സിൽ അങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് സ്നേഹം കൊണ്ട് ഭീമസേനനെ. അത്രയ്ക്കിഷ്ടമാണ് അവൾക്ക് ഭീമസേനനെ. അതുകൊണ്ട് തന്നെ ഛായാമുഖിയിൽ അവൾ കണ്ട പ്രതിരൂപം ഭീമന്റെ ആയിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ അതും കൊണ്ട് ചിരിച്ചാർത്തുല്ലസിച്ച് അവൾ ഓടി. എവിടേക്കെന്നോ? ഭീമസേനന്റെ അടുത്തേക്ക്. കാരണം ഭീമസേനനെ ആ കണ്ണാടി കാണിക്കണം, ആ കണ്ണാടിയിലേക്ക് ഭീമസേനൻ നോക്കുമ്പം തൻ്റെ പ്രതിരൂപം കാണണം എന്നൊക്കെ ഹിഡുംബി ആഗ്രഹിച്ചു. അവൾ ഓടി, സന്തോഷിച്ചോടി ഭീമസേനന്റെ അടുത്തേക്ക് വന്നു. ദേ ഒരു വിശേഷപ്പെട്ട കണ്ണാടി, ഇതിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. ഭീമസേനന്റെ അടുത്തേക്ക് ചെന്ന് അവൾ ഈ കണ്ണാടി കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ എന്ന് പറഞ്ഞ് ഭീമസേനോട് ചേർന്ന് അങ്ങനെ നിന്നു. കണ്ണാടിയിലേക്ക് നോക്കി. അപ്പോൾ ഭീമസേനൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പം ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ചത് ദ്രൗപദിയുടെ മുഖമാണ്. ഹിഡുംബി ഞെട്ടിപ്പോയി, ഹിഡുംബി തകർന്നുപോയി. ഹിഡുംബിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത്ര കാലവും താൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നുവെങ്കിലും, സന്തോഷിച്ചു നടന്നുവെങ്കിലും, ഒരു കുട്ടിയുണ്ടായി എങ്കിലും ഒരിക്കൽ പോലും ഈ ഭീമസേനന്റെ മനസ്സിൽ താൻ ഇല്ലായിരുന്നു എന്നുള്ള സത്യം ഹിഡുംബി ആ നിമിഷം മനസ്സിലാക്കി. അവളുടെ ഹൃദയം തകർന്നു. അവൾ അലറി കരഞ്ഞുകൊണ്ട് അവൾ വനത്തിനുള്ളിലേക്ക് ഓടിപ്പോയി. ഭീമസേനൻ ഈ കണ്ണാടിയുമായിട്ട് തിരികെ നടന്നു. കാരണം അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ഒരു പുത്രൻ ഉണ്ടായി കഴിയുമ്പോൾ, ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ തിരികെ പോരും എന്നുള്ളതും. ആ ഭീമസേനൻ സന്തോഷമായിട്ട് കണ്ണാടിയും കൊണ്ട് തിരികെ നടന്നു.
ഭീമസേനന്റെ ഉള്ളു നിറയെ ദ്രൗപദിയായിരുന്നു. ഈ കണ്ണാടി ദ്രൗപദിയെ കാണിക്കണം എന്നുള്ള ചിന്തയോടെ ഭീമസേനൻ തിരികെ നടന്നു. ഭീമസേനൻ സഹോദരന്മാരുടെയും അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ അടുത്തെത്തി. ദ്രൗപദിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഭീമസേനൻ പറഞ്ഞു, വരൂ, ഒരു വിശേഷപ്പെട്ട കണ്ണാടിയുണ്ട്, വരൂ, ഇതിലേക്ക് നോക്കൂ, എന്നെ കാണട്ടെ എന്ന് ഭീമസേനൻ പറഞ്ഞു. ഭീമസേനൻ ശരിക്കും ആഗ്രഹിച്ചു ദ്രൗപദി ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രതിരൂപം അതിലെ കാണുന്നത് സ്വപ്നം കണ്ട് അങ്ങനെ വന്നു. ഭീമസേനന് സ്വപ്നം കാണാനുള്ള അർഹതയുണ്ട്. കാരണം എന്താണ്? ദ്രൗപദിക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ത്യാഗങ്ങൾ സഹിക്കുന്നത് ഭീമസേനനാണ്. ദ്രൗപദിക്ക് വേണ്ടിയിട്ട് കല്യാണ സൗഗന്ധികം തേടിപ്പോയത് ഭീമസേനാണ്. ആ കൗരവസഭയിൽ ദ്രൗപദി ആക്രമിക്കപ്പെട്ടപ്പോൾ, അപമാനിക്കപ്പെട്ടപ്പോൾ ആ ദ്രൗപദിക്ക് വേണ്ടിയിട്ട് ശപഥം ചെയ്തത് ഭീമസേനാണ്. ദുശാസനന്റെ മാറു പിളർന്ന് രക്തം കുടിക്കുമെന്ന് ശപഥം ചെയ്തത് ഭീമസേനാണ്. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മൾ കണ്ടു കൗരവരെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യുന്നതും ആ ഭീമസേനൻ തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ ഹൃദയം നിറയെ ദ്രൗപദി ആയതുകൊണ്ട് ആ ദ്രൗപദിക്ക് വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് ആ ദ്രൗപദിയെ സന്തോഷത്തോടു കൂടിയിട്ട് ഭീമസേനനെ കണ്ണാടി കാണിച്ചു. ദ്രൗപദി സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ആ കണ്ണാടിയിലേക്ക് നോക്കി. ഭീമൻ ഞെട്ടിപ്പോയി. തൻ്റെ രൂപമല്ല ദ്രൗപദി ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പം ഭീമന്റെ രൂപമല്ല ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ചത്, മറിച്ച് വില്ലാളി വീരനായ അർജുനന്റെ മുഖമാണ്. ദ്രൗപദിക്ക് ഏറ്റവും ഇഷ്ടം അർജുനനെ ആയിരുന്നു. ദ്രൗപദിയുടെ മനസ്സ് നിറയെ അർജുനനായിരുന്നു. ഭീമസേനൻ തകർന്നുപോയി. ഹൃദയം തകർന്ന് തിരികെ നടന്ന ഭീമസേനൻ അപ്പോൾ ചിന്തിച്ചത് ഹിഡുംബിയെക്കുറിച്ചാണ്. ആ ഹിഡുംബി തന്നെ ജീവന തുല്യം സ്നേഹിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ഹിഡുംബി തൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് ഓർത്ത ആ ഭീമസേനൻ തിരികെ നടക്കുമ്പോൾ ഭീമസേനൻ ചിന്തിച്ചു, നമുക്കിഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് ചിന്തിച്ച് ദുഃഖിച്ച് നടക്കുന്ന ആ ഭീമസേനൻ്റെ മനസ്സ് മുഴുവൻ അപ്പോൾ ആ വേദനിച്ച് അലറിക്കരഞ്ഞോടിപ്പോയ ആ ഹിഡുംബിയെക്കുറിച്ചായിരുന്നു. ദ്രൗപദിക്ക് സന്തോഷമായി. ദ്രൗപദി അർജുനൻ വരുന്നത് കാത്തിരുന്നു. അർജുനൻ വന്നു. ആ ദ്രൗപദി ആ കണ്ണാടി അർജുനനെ കാണിച്ചു. നോക്കൂ, ഇതിലേക്ക് നോക്കൂ, ഇതൊരു വിശേഷപ്പെട്ട കണ്ണാടിയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു. അർജുനൻ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പം അതിൽ തെളിഞ്ഞത് ദ്രൗപദിയുടെ ചിത്രമാണ്. ദ്രൗപദിക്ക് ഭയങ്കര സന്തോഷമായി, വലിയ സന്തോഷമായി. കാരണം ദ്രൗപദിയുടെ ഹൃദയം നിറയെ അർജുനനാണ്, അർജുനന്റെ ഹൃദയം നിറയെ ദ്രൗപദിയുമാണ്. ദ്രൗപദിക്ക് സന്തോഷമായി. അങ്ങനെ അവര് ആ കണ്ണാടി സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ഇവരുടെ വനവാസമൊക്കെ കഴിഞ്ഞ് അജ്ഞാതവാസ കാലത്ത് ഇവര് വിരാട രാജാവിൻ്റെ രാജധാനിയിൽ പല പേരുകളിൽ വേഷപ്രച്ഛന്നരായി താമസിച്ചു. അന്ന് ഈ ദ്രൗപദി വിരാട രാജാവിൻ്റെ ഭാര്യയുടെ തോഴിയായിട്ട് സൈരന്ധ്രി എന്നുള്ള പേരിൽ വിരാട രാജ്യത്ത് താമസിക്കുമ്പം വിരാട രാജാവിൻ്റെ പത്നിയോട് തൻ്റെ കയ്യിലെ വിശേഷപ്പെട്ട കണ്ണാടിയെക്കുറിച്ച് പറഞ്ഞു. വിരാട രാജാവിൻ്റെ ഭാര്യയ്ക്ക്, ഈ മഹാറാണിക്ക് ഈ കണ്ണാടി ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ വിരാട രാജപത്നി ഈ കണ്ണാടിയിലേക്ക് നോക്കി. അവർ നോക്കുമ്പോൾ രാജാവിൻ്റെ ചിത്രമല്ല അതിലേക്ക് വന്നത്, മറിച്ച് തൻ്റെ സൈന്യത്തിലെ രാജാവിൻ്റെ സൈന്യത്തിലെ ആ ഒരു സുന്ദരനായിട്ടുള്ള അരോഗ ദൃഢഗാത്രനായിട്ടുള്ള ഒരു യുവാവിൻ്റെ ഭടൻ്റെ ആ ഒരു രൂപമാണ് അതിൽ പ്രതിബിംബിച്ചത്. രാജ്ഞി ഞെട്ടിപ്പോയി. തൻ്റെ മനസ്സ് നിറയെ രാജാവല്ല, താൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്ന ആ സുന്ദരനായിട്ടുള്ള ഭടനാണല്ലോ എന്നോർത്ത് രാജ്ഞി ഞെട്ടിപ്പോയി. പിന്നീട് ആ കണ്ണാടി അങ്ങനെ ദ്രൗപദി അല്ലെങ്കിൽ ഈ ദാസി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജപത്നിയുടെ സഹോദരനായിട്ടുള്ള കീചകൻ അറിയുന്നു തൻ്റെ സഹോദരിയുടെ തോഴിയുടെ കയ്യിൽ ഒരു വിശേഷപ്പെട്ട കണ്ണാടിയുണ്ട് എന്നറിയുന്നു. അത് ഭൃത്യന്മാരോട് പറഞ്ഞ് അത് എടുപ്പിച്ചു കൊണ്ടുവന്നു. ഈ കീചകൻ പല സ്ത്രീകളുമായിട്ട് വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളുമായിട്ട് അയാൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ആ കണ്ണാടി എടുത്ത് ഇങ്ങനെ നോക്കി. പക്ഷേ ആ കണ്ണാടിയിൽ കീചകൻ നോക്കുമ്പോൾ ആരുടെയും പ്രതിബിംബം വന്നില്ല. അപ്പോൾ കീചകന് ഒരു കാര്യം മനസ്സിലായി. താൻ ഒരുപാട് സ്ത്രീകളുടെ ഒപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട്, അവരുമായിട്ട് രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ ആരെയും താൻ സ്നേഹിച്ചിട്ടില്ല. മറിച്ച് സ്ത്രീകളെ, തനിക്കിഷ്ടപ്പെട്ട സ്ത്രീകളെ താൻ കീഴടക്കുകയായിരുന്നു, കീഴ്പ്പെടുത്തുകയായിരുന്നു എന്ന് കീചകന് മനസ്സിലായി. തനിക്ക് ആരോടും അതുവരെ അനുരാഗമോ മനസ്സിന് ആരോടും ഇഷ്ടമോ ഒന്നും തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം കീചകന് ബോധ്യമായി. അങ്ങനെയാണ് കീചകന് ഈ ദാസിയെക്കുറിച്ച് അറിയുന്നത്. സുന്ദരിയായ ദാസി, തൻ്റെ സഹോദരിയുടെ ദാസിയെക്കുറിച്ച് അറിയുന്നത്. ആ ദാസിയെ എത്രയും വേഗം തൻ്റെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കീചകൻ ആജ്ഞാപിച്ചു, തൻ്റെ ഭടന്മാരോട് ആജ്ഞാപിച്ചു. അങ്ങനെ ഈ രാജ്ഞിയുടെ ദാസിയായിട്ടുള്ള ഈ സൈരന്ധ്രിയെ രാജ്ഞിയുടെ അനുവാദത്തോടു കൂടിയിട്ട് തൻ്റെ കിടപ്പറയിലേക്ക് എത്തിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും കീചകൻ ചെയ്തു. ഒരു പ്രാവശ്യം മാത്രമേ സൈരന്ധ്രിയെ കീചകൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അയാൾക്കപ്പം തന്നെ അവളുടെ മോഹമുദിച്ചു. പക്ഷെ ആ സമയത്തും ദ്രൗപദിക്ക്, അല്ലെങ്കിൽ ഈ ദാസിയായി കഴിയുന്ന സൈരന്ധ്രിയായി കഴിയുന്ന ദ്രൗപദിക്ക് തുണയായി എത്തിയത് ഈ ഭീമസേനനാണ്. ഭീമസേനൻ വേഷപ്രച്ഛന്നനായിട്ട്
കീചകന്റെ അന്തഃപുരത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ കീചകനും ഭീമസേനനുമായിട്ട് ഘോരമായ യുദ്ധമുണ്ടായി. അങ്ങനെ കീചകനെ അടിച്ച് താഴെയിട്ടു ഭീമസേനൻ. ആ താഴെ വീഴുന്ന സമയത്ത് മുറിയുടെ ഒരു മൂലയിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്ന കണ്ണാടിയിലേക്ക് ഒരു നിമിഷം കീചകന്റെ മുഖം പതിഞ്ഞു. അപ്പോൾ ഭീമസേനൻ കണ്ടു ആ കീചകന്റെ മുഖം പതിഞ്ഞ കണ്ണാടിയിൽ ദ്രൗപദിയുടെ രൂപം. ഭീമസേനന് മനസ്സിലായി ഇയാള് ഒരിക്കലും കീചകന് ശരിക്കും ദ്രൗപദിയെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സ്നേഹിക്കുകയായിരുന്നു. അയാളുടെ മനസ്സിൽ ദ്രൗപദി കുടിയേറി കഴിഞ്ഞു എന്ന് ഭീമസേനന് മനസ്സിലായി. ഭീമസേനൻ കീചകനെ അടിച്ചു കൊന്നു. തിരികെ നടക്കുമ്പോഴും ഭീമസേനന്റെ മനസ്സിൽ ചിന്തിച്ചു, താൻ ഇഷ്ടപ്പെടുന്നവര് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. കീചകന് ദ്രൗപദിയോട് സ്നേഹമുണ്ടായിട്ട് തന്നെയാണ്, അയാൾ സ്ത്രീലമ്പടനായിരുന്നു, വിടനായിരുന്നു, പക്ഷെ അയാൾ ആത്മാർത്ഥമായിട്ട് ദ്രൗപദിയെ സ്നേഹിച്ചു എന്നുള്ള കാര്യം ഈ ഭീമസേനന് മനസ്സിലായി. കൂട്ടുകാരെ, മനുഷ്യന്റെ മനസ്സൊരു പ്രഹേളികയാണ്. ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. അതിങ്ങനെ ചഞ്ചലപ്പെട്ട് ഓടി നടക്കും. ആർക്കും ആരെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെയാണ്. നമ്മെ സ്നേഹിക്കുന്നവരാരും നമ്മെ സ്നേഹിക്കണമെന്നില്ല. മറിച്ച് നമുക്ക് സ്നേഹിക്കുന്നവർക്ക് നമ്മെ സ്നേഹിക്കുന്നവരാവില്ല നമ്മളെ തിരിച്ച് സ്നേഹിക്കുക. അത് മറ്റാരെങ്കിലും ആയിരിക്കും. ഒരിക്കലും സ്നേഹം വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല അത്. ഞാൻ ഈ കഥയുടെ ഈ പൊരുള്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കഥ നമ്മുടെ യുവജനങ്ങൾ കേൾക്കണം. നമ്മുടെ യുവാക്കൾ, നമ്മളുടെ കുട്ടികൾ സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന ആളെ ലഭിച്ചില്ല എങ്കിൽ അവരെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതി യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഛായാമുഖിയുടെ കഥ. കാരണം സ്നേഹമൊരിക്കലും വില കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒരാളല്ല. അത് ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്ന വികാരമാണ്. ഒരാളുടെയും മനസ്സ് മറ്റൊരാൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. ആരും ആരെയും കൊന്നതുകൊണ്ട് ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങുവാനായിട്ട് സാധിക്കില്ല. അത് ഛായാമുഖിയെ പോലെ, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മുഖം മാത്രം കാണിക്കുന്ന ആ കണ്ണാടിയിൽ നമ്മുടെ രൂപം പതിയണമെന്നില്ല. അതാണ് ഛായാമുഖിയുടെ കഥ. മനുഷ്യന്റെ മനസ്സാണ് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യന്റെ ആ മായയായിട്ടുള്ള മനസ്സാണ് ഛായാമുഖി. നമസ്തേ കൂട്ടുകാരെ, ഛായാമുഖിയുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അടുത്ത കഥയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് വീണ്ടും നമസ്തേ.